Hi children, today we are discussing about Lac-Operon. Lac-Operon is an experiment to demonstrate regulation of gene expression. It is an experiment to demonstrate the regulation of gene expression. This experiment was conducted by Jacob and Monod in 1961. They conducted this experiment in E. coli bacteria. Before going to our topic, what is the meaning of gene expression? The information from a gene used to produce a product in the form of protein. ജീനിലെ ഇൻഫർമേഷൻ അത് പ്രോട്ടീൻ എന്ന പ്രൊഡക്റ്റിലേക്ക് മാറുന്നതിനെയാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുക. നമുക്ക് വളരെ ഈസി ആയിട്ട് അത് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഈ തന്നിരിക്കുന്ന ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ തന്നിരിക്കുന്ന ഡയഗ്രാം കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന 11ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിലെ ഡയഗ്രാമാണ്. ഈ ഡയഗ്രാം കാണിക്കുന്നത് ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ആക്ഷനാണ്. ദ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ബൈൻഡ് ടു ദ പ്രൊമോട്ടർ ജീൻ, പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്ത് അതിൻ്റെ ആക്ഷൻ നടക്കുന്നത്, ഈസ്ട്രജൻ്റെ ആക്ഷൻ നടക്കുന്നത് പ്രോട്ടീൻ സിന്തസിലൂടെയാണ്. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസും എൻസൈമും ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നത് പ്രോട്ടീൻ സിന്തസിലൂടെയാണ്. ഈ പ്രോട്ടീൻ സിന്തസിലൂടെ നടക്കുന്നതിനെയാണ് നമ്മൾ ജീൻ എക്സ്പ്രഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ജീൻ എക്സ്പ്രഷൻ? ദ ഇൻഫർമേഷൻ ഫ്രം എ ജീൻ യൂസ് ടു പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ് ഇൻ ദ ഫോം ഓഫ് പ്രോട്ടീൻ. ആ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് 3 സ്റ്റെപ്പിലായിട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ്? ഫസ്റ്റ് DNA റെപ്ലിക്കേറ്റ് ചെയ്യണം. replication, then DNA undergo transcription. After transcription, they produce mRNA. Then after translation, they produce protein. ജീൻ എക്സ്പ്രഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് ലാക്-ഓപ്രോൺ ആണ്. ദ ലാക് മീൻസ് ലാക്ടോസ് ആൻഡ് ഓപ്രോൺ മീൻസ് ഗ്രൂപ്പ് ഓഫ് ജീൻ ഇൻവോൾവ് ഇൻ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ഇവിടെ ലാക് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ്. ഇത് ലാക്ടോസ് മെറ്റാബോളിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ലാക് എന്ന് പേര് വന്നത്. ഓപ്രോൺ എന്ന് പറഞ്ഞാൽ ഈ മെറ്റാബോളിസിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടം ജീനെയാണ് നമുക്ക് എന്ത് വിളിക്കാം? ഓപ്രോൺ. വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഓപ്രോൺ. ഈ ഡയഗ്രത്തിൻ്റെ സഹായത്താൽ നമുക്ക് ഓപ്രോൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വരച്ചിരിക്കുന്നത് ഒരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയൽ ലാക്ടോസ് മെറ്റാബോളിസമായിട്ട് പങ്കെടുക്കുന്ന ഒരു കൂട്ടം ജീൻ, ഇതിനെ മൊത്തത്തിൽ നമുക്ക് പറയാം ഓപ്രോൺ. വാട്ട് ആർ ദ കോമ്പണൻറ്റ്സ് ഓഫ് ഓപ്രോൺ? പ്രൊമോട്ടർ ജീൻ, P stand for promoter gene, regulatory gene I, that's the inhibitory gene, operator gene, structural genes such as ZYA. What is opron? Group of gene involved in regulation of gene expression. Opron is present only in prokaryote. In eukaryote, opron systems are absent. What are the components of opron? Promoter gene, the P, then regulatory gene I, then operator gene, structural gene such as ZYA. Let us go through each gene. എന്താണ് ഓരോ ജീൻ്റെയും ഫങ്ഷൻ? പ്രൊമോട്ടറിലാണ് RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Keep it in mind, promoter is the gene where RNA polymerase bind and transcription start. The regulatory gene, the function of regulatory gene producing a protein. Let us draw here.
Regulatory gene I, it produces a protein. First it undergo transcription, then produce mRNA, then after translation it produces a protein called repressor. ഈ റിപ്രസർ പ്രോട്ടീൻ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രൊമോട്ടറിൽ നിന്നാണ്. അതുകൊണ്ടാണ് PI എന്ന് കൊടുത്തിരിക്കുന്നത്. ഇൻഹിബിറ്ററി ജീനിൽ നിന്നുള്ള റിപ്രസർ പ്രോട്ടീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പ്രൊമോട്ടറിൽ നിന്നാണ്. അപ്പോൾ ദ റെഗുലേറ്ററി ജീൻ I, ഇറ്റ് പ്രൊഡ്യൂസ് എ പ്രോട്ടീൻ കോൾ റിപ്രസർ. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ പഠിക്കും. ലെറ്റ് us take operator gene. It is the gene where the reaction switch on and switch off. Operator ജീനിലാണ് റിയാക്ഷൻ സ്വിച്ച് ഓണും സ്വിച്ച് ഓഫ് ആകുന്നത്. Then structural gene ZYA. Okay, our topic is lac-opron. Lac means lactose. Opron എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷനിൽ അല്ലെങ്കിൽ ഈ മെറ്റാബോളിസിൽ പങ്കെടുക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് ജീൻ ടുഗദർ വി ക്യാൻ കോൾ ഓപ്രോൺ. Let us take the first condition of an experiment conducted by Jacob and Monod, that is the bacteria not in lactose medium, that is bacteria is not surrounded by lactose. Let us write here lactose is absent. ഇപ്പോൾ ബാക്ടീരിയ ലാക്ടോസ് മീഡിയത്തിലല്ല എങ്കിൽ അല്ലെങ്കിൽ ബാക്ടീരിയ സറൗണ്ട് ചെയ്ത് ലാക്ടോസ് ഇല്ല എങ്കിൽ ലാക്ടോസ് ബാക്ടീരിയത്തിൽ കടക്കുന്നില്ല. അപ്പോൾ ആ ലാക്ടോസിനെ ദഹിപ്പിക്കേണ്ട എൻസൈം ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ലാക്ടോസ് ഈസ് ആബ്സെൻറ്റ്, ബാക്ടീരിയ ഡു നോട്ട് നീഡ് ടു പ്രൊഡ്യൂസ് enzyme, digestive enzymes. In that condition, the repressor protein will bind to the operator gene and switch off the reaction. Now it is called switch off. It is a switch off reaction. What was our first condition? ബാക്ടീരിയ ലാക്ടോസ് മീഡിയത്തിലില്ല എങ്കിൽ ബാക്ടീരിയയുടെ ശരീരത്തിലേക്ക് ലാക്ടോസ് കടക്കുന്നില്ല. ബാക്ടീരിയയുടെ ശരീരത്തിൽ ലാക്ടോസ് കടന്നില്ല എങ്കിൽ ലാക്ടോസിനെ ദഹിപ്പിക്കേണ്ട എൻസൈം ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ റിയാക്ഷൻ നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദ റിപ്രസർ പ്രോട്ടീൻ, നമ്മുടെ റെഗുലേറ്ററി ജീൻ പ്രൊഡ്യൂസ് ചെയ്ത പ്രോട്ടീനായ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ ജീനിൽ ബൈൻഡ് ചെയ്ത് റിയാക്ഷനെ സ്വിച്ച് ഓഫ് ചെയ്തു. അതുകൊണ്ടാണ് ഞാനിവിടെ സ്വിച്ച് ഓഫ് റിയാക്ഷൻ എഴുതിയത്. Let us take second condition. In second condition, the bacteria is present in lactose medium. ബാക്ടീരിയ ഇപ്പോൾ ലാക്ടോസ് മീഡിയത്തിലാണ്. ഇപ്പോൾ ബാക്ടീരിയ ലാക്ടോസ് മീഡിയത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലാക്ടോസ് ബാക്ടീരിയയുടെ ശരീരത്തിലേക്ക് കടക്കും. ബാക്ടീരിയയുടെ ശരീരത്തിൽ ചെറിയ എമൗണ്ടായ ഒരു എൻസൈം ഉണ്ട്, പെർമിയേസ്. In bacteria, the small amount of permease is present. That permease uptake the lactose. As soon as the lactose absorb, they convert into allolactose. അതായത് പെർമിയേസ് എന്ന എൻസൈം ലാക്ടോസിനെ അബ്സോർബ് ചെയ്ത് അല്ലോലാക്ടോസായി മാറ്റുന്നു. അപ്പോൾ സം എമൗണ്ട് ഓഫ് ലാക്ടോസ് കൺവേർട്ട് ഇൻ ടു അല്ലോലാക്ടോസ്. എല്ലാ ലാക്ടോസും ഇല്ല, സം എമൗണ്ട് ഓഫ് ലാക്ടോസ്. അപ്പോൾ ആ അപ്ടേക്കിന് സഹായിക്കുന്ന ബാക്ടീരിയയിലെ പെർമിയസ് എന്ന എൻസൈമാണ്. അപ്പോൾ ഈ അല്ലോലാക്ടോസ് നമുക്ക് അതോടെ ഈ കളർ കൊടുക്കാം. ഇത് ലാക്ടോസ് ആണെന്നിരിക്കട്ടെ. ലെറ്റ് us write this is a lactose. അത് അപ്ടേക്ക് ചെയ്തു. ദിസ് ലാക്ടോസ് അല്ലോലാക്ടോസ് bind the repressor protein and get inactivate. ആര് ഇനാക്ടിവേറ്റ് ആയി? റിപ്രസർ പ്രോട്ടീൻ ഇനാക്ടിവേറ്റ് ആയി. റിപ്രസർ പ്രോട്ടീൻ ലാക്ടോസിൻ്റെ ആബ്സെൻസിൽ, ദാറ്റ് ഇസ് ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, ദ റിപ്രസർ പ്രോട്ടീൻ വാസ് ബൈൻഡ് വിത്ത് ഓപ്പറേറ്റർ ജീൻ. ദിസ് allolactose detach repressor protein from operator gene and inactivate them. അവിടുന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട്, ആരെ ഡിറ്റാച്ച് ചെയ്തു?
ഓപ്പറേറ്ററിൽ നിന്നും റിപ്രസർ പ്രോട്ടീനെ ഡിറ്റാച്ച് ചെയ്തിട്ട് അതിനെ ഇനാക്ടിവേറ്റ് ആക്കുന്നു. ഇപ്പോൾ now it is called switch on process. Now it is a switch on position. ഇപ്പോൾ ഇത് സ്വിച്ച് ഓൺ ആയി. അപ്പോൾ RNA പോളിമറൈസ് ബൈൻഡ് ടു ദ പ്രൊമോട്ടർ ജീൻ. ആ പ്രൊമോട്ടർ ഈ പ്രൊമോട്ടർ ജീനാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ PL എന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ RNA പോളിമറൈസ് എവിടെ ബൈൻഡ് ചെയ്തു? പ്രൊമോട്ടർ ജീനിൽ ബൈൻഡ് ചെയ്തു. ട്രാൻസ്ക്രിപ്ഷൻ ദേ മൂവ് ടുവേർഡ്സ് ടു ദിസ് സൈഡ്. ഇപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഈ സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഇതിൽ നിന്നും mRNA ഉണ്ടാകുന്നു. After translation, they produce protein in the form of enzyme. What are the proteins they produce? After translation, Z gene produce protein called beta galactosidase. Beta galactosidase. After translation, the Y gene produce enzyme called permease. And A gene produce enzyme called transacetylase. നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്താലോ? ബാക്ടീരിയ ലാക്ടോസ് മീഡിയത്തിലാണെങ്കിൽ ബാക്ടീരിയയിലുള്ള ചെറിയൊരു എമൗണ്ടായ പെർമിയേസിൻ്റെ പ്രസൻസ് ഉണ്ട്. അത് ലാക്ടോസിനെ അബ്സോർബ് ചെയ്ത് ദ സം എമൗണ്ട് ഓഫ് ലാക്ടോസ് കൺവേർട്ട് ഇൻ ടു അല്ലോലാക്ടോസ്. This allolactose detach repressor protein from operator gene. അപ്പോൾ ഓർത്തുകൊള്ളുക, സ്വിച്ച് ഓഫ് പൊസിഷനിൽ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ ജീനിൽ ബൈൻഡ് ചെയ്തിരിക്കുമായിരുന്നു. അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് അത് ഇനാക്ടിവേറ്റ് ആക്കി. നമ്മുടെ അല്ലോലാക്ടോസ് അതിനെ ഇനാക്ടിവേറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് സ്വിച്ച് ഓൺ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഇത് സ്വിച്ച് ഓൺ പൊസിഷനിലാണ്. നമ്മുടെ ഈ പ്രൊമോട്ടർ ജീനിൽ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്തു. ആഫ്റ്റർ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രൊഡ്യൂസ് 3 different proteins in the form of enzyme. ഫ്രം ദ Z gene നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ്? ബീറ്റ ഗാലക്ടോസിഡേസ് ആണ് ലാക്ടോസിനെ ദഹിപ്പിച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസുമാക്കി മാറ്റുന്നത്. അപ്പോൾ ലെറ്റ് us write here beta galactosidase digest lactose into glucose plus galactose. Glucose and galactose. Then second one, the Y gene, after the translation they produce the enzyme called permease. Now the permeability of cell increase, the bacteria start to take more and more lactose. ഇപ്പോൾ ബാക്ടീരിയയുടെ സെൽ മെമ്പറിൻ്റെ പെർമിബിലിറ്റി കൂടി ബാക്ടീരിയ കൂടുതൽ ലാക്ടോസിനെ അബ്സോർബ് ചെയ്തു. The third one is the A gene. A gene produce the enzyme transacetylase that help in transacetylation, removal of acetyl group. ഓക്കെ, അപ്പോൾ ഇവിടെ ലാക്ടോസിന് ദഹനം നടന്നു. ആദ്യത്തെ കണ്ടീഷനിൽ ബാക്ടീരിയ ലാക്ടോസ് കടന്നിരുന്നില്ല, അപ്പോൾ അവിടെ ദഹനം നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്തു. In Lacoperon we can see single promoter control 3 different genes when lactose is present. So we can call it is a polycistronic condition. What is a polycistronic? Or before that, what is a cistron? Cistron is a segment of DNA നിന്നുണ്ടായ ഒരു സെഗ്മെൻ്റ് ആണ് that give message for polypeptide synthesis. ആ സെഗ്മെൻറ്റ് ഓഫ് DNA പ്രോട്ടീൻ പ്രൊഡക്ഷനുള്ള മെസ്സേജ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം സിസ്ട്രോൺ ഈസ് എ mRNA. ചുരുക്കി അതാണ് ഓർക്കാൻ എളുപ്പവഴി. സിസ്ട്രോൺ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് DNA ദാറ്റ് ഗീവ് മെസ്സേജ് ഫോർ പോളിപെപ്റ്റൈഡ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് എ പ്രോട്ടീൻ പ്രൊഡക്ഷൻ. See, in prokaryote, one promoter gene control and production of 3 mRNA production.
whereas in eukaryotic cell it is monocystonic condition. Let us take an example of human being. In human being, lactose digestion, that is by an enzyme called lactase. So there is one promoter gene control, one gene expression. So it is a monocystonic. Next we are going to discuss negative and positive regulation of lac-operon. Negative regulation means when lactose is absent, the repressor protein binds to the operator gene and switch off the reaction. When lactose is absent, then repressor protein binds to the operator gene and switch off the reaction. ഇന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പോസിറ്റീവ് റെഗുലേഷനെ കുറിച്ച് ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വളരെ ചുരുക്കി ഒന്ന് പഠിക്കാം. എപ്പോൾ ബാക്ടീരിയയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നു, ഗ്ലൂക്കോസ് ഈസ് ദ വൺ ഓഫ് ദ സോഴ്സ് ഫോർ ദെയർ എനർജി. ബാക്ടീരിയയുടെ ഒരു എനർജിയുടെ സോഴ്സാണ് ഗ്ലൂക്കോസ്. ബാക്ടീരിയയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ സൈക്ലിക് AMPയുടെ അളവ് കൂടുന്നു. Cyclic AMP means cyclic adenosine monophosphate. This cyclic AMP combined with CAP, that is a catabolic active protein, അതൊരു യൂണിറ്റായിട്ട് മാറുന്നു. ആരൊക്കെ യൂണിറ്റായിട്ട് മാറുന്നു? സൈക്ലിക് AMPയും കാറ്റാബോളിക് ആക്റ്റീവ് പ്രോട്ടീനോട് യൂണിറ്റായിട്ട്. ദെൻ ദ ബൈൻഡ്സ് ടു ദ പ്രൊമോട്ടർ ജീൻ. അവർ പ്രൊമോട്ടർ ജീനിൽ ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സെല്ലിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നു. അതാണ് പോസിറ്റീവ് റെഗുലേഷൻ ഓഫ് ലാകോപ്രോൺ. ഐ റിപ്പീറ്റ്, whenever the glucose level decrease in bacteria, the amount of cyclic AMP increase. The cyclic AMP and catabolic active protein combines to form a unit. This unit binds to the promoter gene, the transcription start, then enzyme production increase, the glucose level also increase in the cell. This is the positive regulation of lac-operon. I hope all of you understand today's portion. Thank you, children.